സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഉപ്പുമാവില്ലേ, നമ്മൾ റവ കൊണ്ടുള്ള, അതുണ്ടാക്കി കൊടുത്തപ്പോൾ ആൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ക്യാരറ്റോ സവാളയോ അങ്ങനത്തെ ഒരു സാധനം ഇടാണ്ട് വെറും 2 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് സംഭവം ഉണ്ടാക്കിയപ്പോൾ, ഉപ്പുമാവെന്ന് പറയാൻ പറ്റില്ല, റവ കൊണ്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ സംഭവം വളരെ എളുപ്പമാണ്. ഞാൻ ആദ്യം നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ റവ ഇട്ടിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്യുക. നമ്മൾ സാധാരണ വെറും റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ആദ്യം റോസ്റ്റ് ചെയ്യാറില്ലേ, അതുപോലെ ഒന്ന് അത് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ തിളപ്പിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളുടെ കുട്ടിക്ക് ഇത് ലൂസായിട്ടാണ് ഇഷ്ടമെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ എന്തായാലും ഞാൻ അവൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് ബദാമില്ലേ, ബദാം ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. അപ്പം വീട്ടിലതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. നട്ട്സൊക്കെ കുട്ടികൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പം അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം ഈ ഒരു റവ കൊണ്ടുള്ള റെസിപ്പി. ഉപ്മാവെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു റവയുടെ റെസിപ്പി അത്രയും പറയാം. അപ്പോൾ എന്തായാലും ഇതാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.